ഹായ് ഫ്രണ്ട്സ്, AS മീഡിയയുടെ പുതിയ ലേറ്റസ്റ്റ് ഇൻഫോർമേറ്റീവ് എഡ്യൂക്കേഷണൽ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കേരള സർവകലാശാലയിലെ അപ്ഡേറ്റുകൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ ടൈം ടേബിൾ ഡീറ്റെയിൽസ് ആണ്. ഡിസംബർ മാസം നടത്തിയ 5ാം സെമസ്റ്റർ CBCS BA മ്യൂസിക്, BA BSc BCom മ്യൂസിക് ഓപ്പൺ കോഴ്സ് പരീക്ഷകളുടെ തുടർച്ചയായുള്ള പ്രാക്ടിക്കൽ പരീക്ഷകളുടെ ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 4ാം സെമസ്റ്റർ CBCSS ജൂലൈ 2023 പരീക്ഷയുടെ BCom സ്പെഷ്യൽ പരീക്ഷകൾ മാർച്ച് 18 മുതൽ ആരംഭിക്കുന്നതാണ്. വിശദമായിട്ടുള്ള ടൈം ടേബിൾ സൈറ്റിൽ അവൈലബിൾ ആണ്. ഇനി PhD കോഴ്സ് വർക്കാണ്. കേരള സർവകലാശാല നടത്തുന്ന PhD കോഴ്സ് വർക്ക് 2023 ഡിസംബർ സെക്ഷൻ പരീക്ഷകൾക്ക് വേണ്ടിയുള്ള അപേക്ഷകൾ ക്ഷണിക്കുന്നു. അപേക്ഷാ ഫോമിനും വിശദവിവരങ്ങൾക്കും വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇനി മറ്റൊരു ഇൻഫർമേഷൻ പറയാനുള്ളത്, പല സ്റ്റുഡൻസും റീവാലുവേഷൻ റിസൾട്ടുകളെ പറ്റിയിട്ട്, പല സെമസ്റ്ററുകളുടെയും റീവാലുവേഷൻ റിസൾട്ടുകളെ പറ്റിയിട്ട് ചോദിക്കുന്നുണ്ട്. മനസ്സിലാക്കേണ്ട കാര്യം, നമുക്കത് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കില്ല. കാരണം റീവാലുവേഷൻ റിസൾട്ടുകൾ പബ്ലിഷ് ചെയ്യുന്നത് നിങ്ങളുടെ പ്രൊഫൈൽ, അതായത് എഴുതിയിട്ടുള്ള അല്ലെങ്കിൽ അപ്ലൈ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ പ്രൊഫൈലിൽ ഇൻഡിവിജ്വൽ ആയിട്ടാണ് റീവാലുവേഷൻ മാർക്കുകൾ ആഡ് ചെയ്യുക. റീവാലുവേഷൻ മെമ്മോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു പ്രൊഫൈലിൽ കിടപ്പുണ്ടാവും. അപ്പോൾ അത് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഓപ്പൺ ചെയ്ത് നോക്കി നിങ്ങൾക്ക് മാർക്ക് ആഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു മാർക്ക് നിങ്ങളുടെ പ്രൊഫൈലിൽ റിസൾട്ടിനകത്ത് ആഡ് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് റിക്വസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാം. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് എന്തൊക്കെയാണ്, അതിൻ്റെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളതെല്ലാം തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് പ്ലേലിസ്റ്റിനകത്ത് പോയിട്ട് കേരള യൂണിവേഴ്സിറ്റിയുടെ ആ ഒരു സെക്ഷൻ എടുത്തിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് ചെക്ക് ചെയ്തെടുക്കാം. ഓർ നിങ്ങൾക്ക് അതിൽ നിന്നും കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ യൂട്യൂബിനകത്ത് തന്നെ റീവാലുവേഷൻ അല്ലെങ്കിൽ റീവാലുവേഷൻ പ്രൊസീജിയർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് AS മീഡിയ എന്ന് കൂടി അതിൻ്റെ കൂടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് അവൈലബിളായി കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പം റീവാലുവേഷൻ്റെ കാര്യങ്ങൾ നിങ്ങൾ റാൻഡം ആയിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡെയിലി നിങ്ങളുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്യുക. പ്രൊഫൈലിനകത്താണ് റീവാലുവേഷൻ്റെ റിസൾട്ട്സ് അല്ലെങ്കിൽ റീവാലുവേഷൻ മെമ്മോയും കാര്യങ്ങളൊക്കെ തന്നെ ആഡ് ചെയ്യുക. അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പ്രസ് റിലീസിലോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി സൈറ്റിലോ ഒന്നും തന്നെ വരാത്തത് കൊണ്ട് നമുക്കറിയാൻ പറ്റില്ല. പിന്നീട് സ്റ്റുഡൻസ് അവർക്ക് റീവാലുവേഷൻ ചെക്ക് ചെയ്ത് വന്നത് പറയുമ്പോഴാണ് നമുക്കും അതറിയാൻ കഴിയും. അപ്പം നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ആയിട്ടാണ് റീവാലുവേഷൻ റിസൾട്ടുകൾ വരിക. അപ്പോൾ അത് ചെക്ക് ചെയ്യുക. നിങ്ങളുടെ പ്രൊഫൈലിൽ റാൻഡംലി ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇതിൽ വരുന്ന സമയത്ത് നിങ്ങൾ റിക്വസ്റ്റും കാര്യങ്ങളും കൊടുത്ത് അത് മാർക്ക് ആഡ് ആക്കി എടുക്കുക. ഓക്കെ, മറ്റുള്ള ഒഫീഷ്യൽ ഇൻഫോർമേഷൻ വരുന്ന സമയത്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. വീഡിയോ ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. ഉപകാരപ്പെട്ടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് ആൾസോ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ പുതിയ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്തെടുക്കുക. എങ്കിൽ മാത്രം നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് അപ്പോൾ എത്തുകയുള്ളൂ. താങ്ക്